കൊച്ചി കടവന്ത്ര സ്റ്റേഡിയത്തിൽ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുന്നു. എസൻസ് ഗ്ലോബൽ വിഷൻ പരിപാടിക്കിടെ റൈഫിളുമായി ഒരാൾ എത്തിയതിന് പിന്നാലെയാണ് പരിശോധന. പരിപാടിക്ക് പങ്കെടുക്കാനെത്തിയവരെ സ്റ്റേഡിയത്തിന് പുറത്തിറക്കി. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, എന്താണ് ഉണ്ടായത്? ദിവ്യ, കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ എസൻസിന്റെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. എസൻസ് ഗ്ലോബൽ വിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരളത്തിൽ ആകമാനമുള്ള ആളുകളെ പങ്കെടുപ്പിച്ച് നടത്തുന്ന പരിപാടിക്കിടെയാണ് ഇത്തരത്തിൽ ഒരാൾ റൈഫിളുമായി എത്തിയത്. ആ റൈഫിളുമായി എത്തിയ വിവരം ലഭിച്ചതിന് പിന്നാലെ അത്തരത്തിൽ ബൗൺസേഴ്സ് അത് കണ്ടെത്തിയതിന് പിന്നാലെ ആണ് ഇത്തരത്തിലൊരു പരിശോധന നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ പരിപാടിക്ക് ബോംബ് ഭീഷണിയുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളടക്കം വന്നിരുന്നു. പക്ഷേ ഈ റൈഫിളുമായി ഒരാൾ എത്തിയതാണ് ഇത്തരത്തിലൊരു പരിശോധനയ്ക്ക് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടോ എന്നതിനെ സംബന്ധിച്ചൊക്കെ പോലീസ് പരിശോധന നടത്തി വരികയാണ്. നിലവിൽ പരിപാടിക്ക് ഈ ബോംബ് സ്ക്വാഡ് അടക്കമുള്ള ആളുകൾ പരിശോധന നടത്തി വരികയാണ്. ആളുകളെ എല്ലാവരെയും, പരിപാടിക്ക് എത്തിയ ആളുകളെ എല്ലാവരെയും സ്റ്റേഡിയത്തിൽ നിന്ന്, ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി ഈ പോക്കുമൂലയും അടക്കം പരിശോധിച്ച് വരികയാണ്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ബോംബ് സ്ക്വാഡ് അടക്കമുള്ള ആളുകൾ പരിശോധിച്ച് വരികയാണ്. എന്തായാലും വലിയ അടക്കമുള്ള ആളുകൾ, പ്രമുഖരായിട്ടുള്ള പല ആളുകൾ വല്ലാതെ പരിഭ്രാന്തരായിട്ടുണ്ടോ? ഇത്തരത്തിൽ ഇങ്ങനൊരു പരിപാടി നടക്കുമ്പോൾ ഒരു സ്വാഭാവിക പ്രക്രിയ എന്നുള്ള രീതിയിൽ ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നു എന്നുള്ള ഇൻഫർമേഷൻ ആയിരുന്നു ആളുകൾക്ക് ആദ്യം കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ പുറത്തിറക്കിയ ശേഷം പരിശോധന നടത്തുകയായിരുന്നു. പിന്നീടാണ് ഇത്തരത്തിലൊരു ഭീഷണി ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ചൊക്കെ ആളുകൾക്ക് മനസ്സിലാകുന്ന അത്തരത്തിലുള്ള ഇൻഫർമേഷനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അറിവുകളും മറ്റും അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് ലഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അതൊരു പരിഭ്രാന്തി ഉണ്ടാക്കി. പക്ഷേ ഇപ്പോൾ പരിശോധന ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മറ്റ് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാകുന്നു. ഒരാൾ റൈഫിളുമായി എത്തിയതാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധനയ്ക്ക് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഭീഷണികളുണ്ടോ എന്നതിനെ സംബന്ധിച്ചൊക്കെ നിലവിൽ പരിശോധന നടന്നു വരികയാണ്. ഈ റൈഫിളുമായി എത്തിയത് ആരാണ് ലിഡിയ? ഇയാളെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? അയാൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റുള്ള വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. നിലവിൽ അയാളെ ചോദ്യം ചെയ്യും പരിശോധിച്ചും ഒക്കെ വരികയാണ്. ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക്, ഇത്തരത്തിലുള്ള ഒരു പൊതുപരിപാടിക്ക് ഇങ്ങനെ റൈഫിളുമായി എത്തേണ്ടത് അത്തരത്തിലുള്ള കാര്യം അത് സംഭവിക്കേണ്ടതായിട്ടില്ല. അതായത് ഇങ്ങനെ ഒരു പൊതുപരിപാടിക്ക് റൈഫിളുമായി വരേണ്ടതായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അയാളെ ചോദ്യം ചെയ്യുകയും കാര്യങ്ങളും ഒക്കെ നടക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തായാലും ലഭ്യമാവുകയുള്ളൂ. ലൈസൻസ് ഉള്ള സോഴ്സാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അത്തരത്തിലുള്ള വിവരങ്ങളാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടന്നു വരികയാണ്. ആളുകൾ ഏകദേശം പരിശോധന അവസാനിപ്പിച്ച ആളുകളെ കയറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം കനത്ത പോലീസ് സുരക്ഷയിലാണ് പരിപാടി നടക്കുന്നത്. ഇത്തരത്തിലുള്ള മറ്റെന്തെങ്കിലും ഭീഷണി ഉണ്ടോ എന്നത് സംബന്ധിച്ച്, ഈ പരിപാടി അട്ടിമറിക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടോ എന്നത് സംബന്ധിച്ചൊക്കെ പരിശോധനകളും കാര്യങ്ങളും ഒക്കെ നടന്നു വരികയാണ്. അത്തരത്തിൽ ആളുകൾ ആദ്യഘട്ടത്തിൽ ഒരു പരിഭ്രാന്തരായെങ്കിലും ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ആശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും പോലീസ് നിലവിൽ പരിശോധന അത് ആളുകളെ ഉള്ളിലേക്ക് കയറ്റി. അയാളുടെ കൈവശം റൈഫിൾ ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലായത്? ദിവ്യ, ഈ ഉള്ളിലേക്ക് കയറ്റുമ്പോൾ തന്നെ, അതായത് ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് കയറ്റുമ്പോൾ തന്നെ ചെറിയ രീതിയിലുള്ള പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടത്താറുണ്ട്. ബൗൺസേഴ്സ് അത്തരത്തിലുള്ള പരിശോധന നടത്താറുണ്ട്. അങ്ങനെയുള്ള പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഇയാളുടെ കൈവശം ഈ റൈഫിൾ ഉണ്ട് എന്ന് കണ്ടെത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് വിവരമനുസരിച്ച് അത്തരത്തിലാണ്. അപ്പോൾ ഇത്തരത്തിൽ അതിനുശേഷം ഇയാളെ ചോദ്യം ചെയ്യുകയും കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നു. ലൈസൻസ് ഉള്ള തോക്കാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ കടവന്ത്ര സ്റ്റേഡിയത്തിന്റെ പുറത്തേക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ ആളുകളൊക്കെ പുറത്തേക്ക് എത്തിയ ആളുകൾ ഉള്ളിലേക്ക് മെല്ലെ കയറി തുടങ്ങിയിട്ടുണ്ട്. പരിശോധന ഏകദേശം അവസാന ഘട്ടത്തിലാണ്. അത് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കനത്ത സുരക്ഷയിൽ തന്നെയാണ് പരിപാടി നടക്കുന്നത്.